ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ബോത്ത് അബ്സ്ട്രാക്റ്റിംഗ് ആൻഡ് ജനറലൈസേഷൻ ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ കോൺസെപ്റ്റ് ഫോർമേഷൻ എന്താണെന്ന് അറിയണം, അബ്സ്ട്രാക്റ്റിംഗ് എന്താണെന്ന് അറിയണം, ജനറലൈസേഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്കത് നോക്കാം. ഇത് സൈക്കോളജിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുഞ്ഞു വാവയെ എടുക്കാം. ആ കുഞ്ഞു വാവ ഇങ്ങനെ നടന്ന് അടുക്കളയിലേക്ക് എത്തി. അടുക്കളയിലെത്തുന്ന സമയത്ത് അമ്മ പറയാണ്, മോനെ ഇത് തൊടല്ലേ, ഇത് ചൂട് പാത്രമാണ്, കൈ പൊള്ളിപ്പോവും. അപ്പം നമ്മൾ ഈ ഒരു കാര്യം, ആ ഒരു ഇൻഫർമേഷൻ കുഞ്ഞിന് കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ സെൻസസ് അത് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങും. ചില സമയത്ത് കുഞ്ഞ് പോയി തൊടുകയും ചെയ്യും. തൊട്ടിട്ടായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത്, ഇത് ശരിയാണ്, ഇത് തൊട്ട് കഴിഞ്ഞാൽ ആപത്താണ്, ഇത് പൊള്ളും. പിന്നീട് കുഞ്ഞൊരു വിളക്ക് കാണുമ്പോൾ കുഞ്ഞിന് അതേ ഐഡിയ വരുന്നു, അതിൽ തീയുണ്ട്, ഇത് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. അടുപ്പ് കാണുമ്പോൾ മനസ്സിലാവുന്നു, അടുപ്പ് കത്തുന്ന കാണുമ്പോൾ മനസ്സിലാവും, അവിടെ തീയുണ്ട്, പൊള്ളും. അല്ലെങ്കിൽ വഴിയരികിൽ എവിടെയെങ്കിലും ചവറുകളോ പ്ലാസ്റ്റിക്കോ പേപ്പേഴ്സോ എന്തെങ്കിലും കൂട്ടി